ഏറ്റവും പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ, ഈ മഹത്തായ മനോഹരമായ സന്ധ്യയുടെ അധ്യക്ഷൻ എ സാഹിബ് തളങ്കര, ഏറ്റവും അടുത്ത സുഹൃത്തും നമ്മുടെയൊക്കെ തളങ്കരയുടെ അഭിമാനവുമായ ഷാഫി, 63 വർഷക്കാലം 6 പതിറ്റാണ്ട് പ്രവാസം ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ MP ഷാഫി സാഹിബ്, പ്രിയങ്കരനായ അതിഥി, മറ്റ് വേദിയിലുള്ള എല്ലാവരും പേരെടുത്ത് പറഞ്ഞതായി അറിയിക്കുകയാണ്. സമയത്തിൻ്റെ നിഷ്കർഷത പാലിക്കണം. 9 മണിക്ക് മുമ്പ് ഈ പരിപാടി തീർക്കണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. പക്ഷേ MLA നമ്മുടെ പ്രിയങ്കരനായ കാസർഗോഡിൻ്റെ മുഖം നമ്മുടെ പ്രിയങ്കരനായ NH നമ്മുടെ കൂടെയുണ്ട്. എല്ലാവർക്കും, അതോടൊപ്പം മുമ്പിലിരിക്കുന്ന സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും നല്ല ദിനം നേരുകയാണ്. തികച്ചും ഒരു പ്രസംഗത്തിൻ്റെ വേദി അല്ല എന്നറിയാം. പക്ഷേ ഈ വേദി കാണുമ്പോൾ ഒരുപാട് കാര്യം നിങ്ങളോട് പറയാനുണ്ട്. പക്ഷെ എല്ലാം പറഞ്ഞതായി നിങ്ങളെ അറിയിക്കുകയാണ്. ഏകദേശം 80 വർഷക്കാലം നിലനിൽക്കുന്ന ഒരു സ്കൂളാണിത്. നേരത്തെ പറഞ്ഞല്ലോ, കാസർഗോഡ് ഒരു സ്കൂൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു കാലത്ത്, 1-2 സ്കൂളുകൾ. അങ്ങ് കണ്ണൂർ മുതൽ അങ്ങ് മംഗലാപുരം വരെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ കുമ്പള വരെയുള്ള ആൾക്കാർ പഠിച്ചിരുന്ന ഒരു കലാലയമാണിത്. ഇവിടെ നിന്ന് പോയ ആൾക്കാർ ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്ത് ജീവിതത്തിൻ്റെ ജൈത്രയാത്രയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. ഈ ഓട്ടത്തിൽ കുറേ ആൾ ജയിച്ചു പോയിട്ടുണ്ട്, കുറേ ആൾ പിന്മാറിയിട്ടുണ്ട്, കുറേ ആൾ പതറിപ്പോയിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ഒത്തുപിടിച്ച് എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു മനോഹരമായ സന്ധ്യ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമ്മളിപ്പോൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു പരിസമാപ്തിയാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. പ്രത്യേകിച്ച് വനിതാ കമ്മിറ്റികൾക്കും. നിങ്ങളുടെ കരഘോഷം, നിങ്ങളുടെ കയ്യടി നമ്മൾ കേട്ടു. ആ കയ്യടി വ്യക്തമാക്കുന്നത് ഞങ്ങളും തയ്യാറാണ് എന്നാണ് വനിതകൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കൂടെ നിൽക്കാനും ഞങ്ങളും തയ്യാറാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് 80 വർഷം മുസ്ലിം ഹൈസ്കൂളിൻ്റെ എന്ന് ചോദിച്ചാൽ അതൊരുപാട് കഥകൾ, ചിലപ്പോൾ ഒരു ബുക്ക്, ഒരു നിഘണ്ടു എഴുതണം. ഈ സ്കൂൾ സഞ്ചരിച്ചത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല പുരോഗതിക്ക് ചരിത്രം എഴുതാനുള്ള ഒരു കലാലയമാണിത്. ഒരുപക്ഷെ വടക്കൻ മലബാറിൻ്റെ ഒരുപാട് കാര്യങ്ങൾ എഴുതി ചേർക്കേണ്ട ഒരു കലാലയമാണ് ഇത്. ഇവിടെ നിന്ന് പോയവരാണ് ലോകത്തിൻ്റെ പല ഭാഗത്തും ചെന്നെത്തി വിജയഗാഥ രചിച്ചിട്ടുള്ളത്. അവരൊക്കെ ഈ അവസരത്തിൽ ഓർത്തുപോവുകയാണ്. അതൊക്കെ പോയത് നമ്മളുള്ള ഐക്യവും സ്നേഹവും സമാധാനവുമാണ്. ഐക്യവും സ്നേഹവും എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഒന്നാണ്. തളങ്കരയിലും കാസർഗോഡും നിവാസികളാണ്, സഹോദരന്മാരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കേണ്ടവരാണ്, അറിയേണ്ടവരാണ്. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ ഒരു പ്രസിഡന്റ് എന്ന രീതിയിൽ എനിക്ക് അവിടെ ഉണ്ടായ അനുഭവം, എന്നെ മാറ്റിമറിച്ച് എന്നൊരു സംഭവം എന്ന് പറയുന്നത് അവിടെ വരുന്ന കത്തുകളിലാണ്. ഒരു ദിവസം ഏകദേശം ഒരാഴ്ചയിൽ ഒരു മീറ്റിംഗ് ഉണ്ടാവുന്നുണ്ട്, ഒരു ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ടാവാറുണ്ട്. ആ മീറ്റിങ്ങിൽ ഏകദേശം 150ഓളം കത്തുകൾ വരും. ആ 150 കത്തുകൾ വളരെ സുസൂക്ഷ്മമായി പരിശോധിച്ചാൽ അതിലൊക്കെ കണ്ണീര് കാണും. പലപ്പോഴും പറയാറുണ്ട്, നമ്മളൊക്കെ പറയുന്നത് ഗൾഫ് എന്ന് വെച്ചാൽ വലിയ ഗൾഫിലെ ഭൂമി ഭയങ്കരമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ അതിനൊരു മറുവശമുണ്ട്. ആ മറുവശം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ എക്സ്പെൻസീവ് ലാൻഡ് എന്ന് പറയുന്നത് അത് ദുബായിലെ മറീന എന്ന് പറയുന്ന പ്രദേശമാണ്. മറീന എന്ന് പറയുന്ന പ്രദേശം, അവിടെ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അവിടെയാണ് അൽക്കൂസ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വ്യവസായങ്ങൾ അടങ്ങുന്ന, അല്ലെങ്കിൽ ലേബർ ക്യാമ്പ് എന്ന് പറയുന്ന പ്രദേശം. ഈ രണ്ടും തമ്മിൽ വ്യത്യാസമാണ് ദുബായ് എന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് വളരെ രമ്യമായ കൊട്ടാരങ്ങൾ, ലോകത്തിലെ ഏറ്റവും വലിയ ജീവിത രീതി പുലർത്തുന്നവരുടെ ഒരു വലിയ കൊട്ടാരങ്ങൾ കിടക്കുമ്പോൾ 20 കിലോമീറ്റർ ഇപ്പുറത്ത് അത് വളരെ സാധാരണക്കാരായ തൊഴിലാളികൾ ജീവിക്കുന്ന അൽക്കൂസ് എന്ന് പറയുന്ന പ്രദേശം. ഈ 2 പ്രദേശത്തും പ്രശ്നങ്ങൾ വ്യത്യസ്തങ്ങളാണ്. പക്ഷെ ദുബായ് എന്ന വലിയ രാജാക്കന്മാരുടെ വലിയൊരു കലവറ എന്ന് പറയുന്നത്, അവിടെ സമാധാനത്തിലൂടെ കാര്യങ്ങൾ പോകുമ്പോൾ ഈ വ്യത്യസ്തതകളൊക്കെ ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നു എന്നാണ് അവർ പറഞ്ഞത്. പേർഷ്യയിൽ മഹാനായ ഒരു കവിയുണ്ട്, റൂമി, എല്ലാവർക്കും അറിയാം. അദ്ദേഹം പിന്നെ കുറച്ചു കാലം പേർഷ്യയിൽ നിന്ന് ഇറാനിൽ നിന്ന് പോയ ഒരാളാണ് തുർക്കിയിലേക്ക്. അദ്ദേഹം ഒരു കവിത എഴുതിയിട്ടുണ്ട്. ആ കവിത നിങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ കവിതയുടെ സാരാംശം എന്ന് പറയുന്നത്, പൂന്തോട്ടങ്ങൾ ഉണ്ടായിട്ടില്ല, ഒരു സ്ഥലത്തും ലോകത്ത് പൂന്തോട്ടങ്ങൾ ഉണ്ടായിട്ടില്ല. മന്ദമാരുതരും നല്ല കാറ്റുകൾ മാത്രമേ പൂന്തോട്ടങ്ങൾ ലോകത്തിൽ കൊടുത്തിട്ടുള്ളൂ. നമ്മുടെ നാട്ടിൽ പൂന്തോട്ടം വരണമെങ്കിൽ, നമ്മുടെ നാട്ടിൽ സമാധാനം വരണമെങ്കിൽ, നമ്മുടെ നാട്ടിൽ അഭിവൃദ്ധി വരണമെങ്കിൽ അതിന് വേണ്ടത് നല്ല മന്ദമാരുതനാണ്, നല്ല കാറ്റാണ്, സ്നേഹമാണ്, മുഹബത്താണ്, പിരിശമാണ്. ഇത്രമാത്രം പറഞ്ഞു നിർത്തുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു വെരി മച്ച്.